അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറ അമ്മാ ബഅദ്. ഇബാദല്ലാഹ് ഇത്തഖുല്ലാഹ്. സ്നേഹധരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ചു ജീവിക്കണമെന്നുണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മഹാനായ ഇമാം അൽ ബുഖാരിയും അതുപോലെ മുസ്ലിമും ഉദ്ധരിച്ച ഒരു ഹദീസ്, മഹദിയായ മുആദ റളിയല്ലാഹു അൻഹ പറയുകയാണ്, സഅൽതു ആയിഷത റളിയല്ലാഹു അൻഹ, ഞാൻ ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, മാ ബാലുൽ ഹായിലി തഖ്ലി അസ്സൗമ വല തഖ്ലി അസ്സലാ. ആർത്തവകാരികൾ അവർക്ക് നഷ്ടപ്പെട്ട നോമ്പുകൾ അവർ നോറ്റുവീട്ടുന്നു, എന്നാൽ അവർ എന്തുകൊണ്ട് അവർ നിസ്കാരം അത് രണ്ടാമത് നിസ്കരിക്കുന്നില്ല? ഫഖാലത്ത് അഹറൂരിയ്യത്തുൻ അൻതി. അന്നേരം ആയിഷ റളിയല്ലാഹു അൻഹ തിരിച്ചു ചോദിച്ചത്, നീ ഹറൂരിയാണോ എന്നാണ്. ഹറൂറ എന്ന ഒരു പ്രദേശം, ആ പ്രദേശത്ത് ധാരാളം തീവ്ര ചിന്താഗതിക്കാരായ ഖവാരിജികൾ ജീവിച്ചിരുന്നു. മതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച കാര്യങ്ങളെക്കാൾ കൂടുതൽ അവർ തീവ്ര ചിന്താഗതിയോടുകൂടി മതത്തെ നടപ്പിലാക്കിയ ആളുകളായിരുന്നു. അത്തരം ആളുകളുടെ കൂട്ടത്തിൽ പെട്ടയാളാണോ നീ എന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹ മുആദയോട് ചോദിക്കുന്നത്. മഹദി പറഞ്ഞു, ലസ്തു ബി ഹറൂരിയത്തിൻ, ഞാൻ ഹറൂരിയല്ല, ലാക്കിന്നി അസ്അലു, മറിച്ച് കാര്യം പഠിക്കുക എന്നുള്ള നിലയ്ക്ക് ഞാൻ ചോദിച്ചതാണ്. അതിന് മറുപടിയായി കൊണ്ട് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, കാന യുസീബുനാ ദാലിക് ഫനുഉമറു ബിഖളാഇ സ്സൗമി വലാ നുഉമറു ബിഖളാഇ സ്വലാഹ്. ഞങ്ങൾക്ക് നബിയുടെ കാലഘട്ടത്തിൽ ആർത്തവം ബാധിക്കാറുണ്ടായിരുന്നു, ആർത്തവം ഉണ്ടാകാറുണ്ടായിരുന്നു. ഞങ്ങളോട് നോമ്പ് നോറ്റ് വീട്ടണമെന്നാണ് കൽപ്പിച്ചിട്ടുള്ളത്, നിസ്കാരത്തെ വീണ്ടും നിർവഹിക്കണമെന്ന് കൽപ്പിച്ചിട്ടില്ല എന്ന് മറുപടി പറയുകയാണ്. ഈ ഒരു ഹദീസിലൂടെ നമുക്ക് ധാരാളം പാഠങ്ങൾ ലഭിക്കുന്നുണ്ട്. ഇസ്ലാം ബുദ്ധിയെ പ്രോത്സാഹിപ്പിക്കുന്ന മതമാണ്, ചിന്തിക്കുവാൻ വേണ്ടി പറഞ്ഞ മതമാണ്, കാര്യങ്ങളെ ചിന്തിച്ചു മനസ്സിലാക്കുന്നില്ലേ എന്ന് ചോദിച്ച മതമാണ്. ഭൗതിക കാര്യങ്ങളിൽ നമുക്ക് എത്ര വേണമെങ്കിലും ചിന്തിക്കാം, കാരണം ഭൗതിക കാര്യങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുള്ളത് കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. കാരണങ്ങളെ ഒരാൾക്ക് കണ്ടെത്താൻ സാധിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന കാര്യം അയാൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും. അതിലൂടെ ഈ പ്രപഞ്ചത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചതിനെക്കുറിച്ചും അള്ളാഹുവിൻ്റെ സംവിധാനത്തിൻ്റെ ഉള്ളിലുള്ള സൂക്ഷ്മതയെക്കുറിച്ചുമൊക്കെ കൃത്യമായി ബോധ്യപ്പെടുമ്പോൾ അള്ളാഹുവിലേക്ക് അയാൾക്ക് അടുക്കുവാൻ എളുപ്പമാണ്. എന്നാൽ മതകാര്യങ്ങളായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ, അള്ളാഹുവിൽ നിന്നും അത് വിശുദ്ധ ഖുർആനിലൂടെ സ്ഥിരപ്പെട്ടു വന്നു കഴിഞ്ഞാൽ, അള്ളാഹുവിൻ്റെ റസൂലിലൂടെ ഹദീസുകളിൽ അത് സ്ഥിരപ്പെട്ടു വന്നു കഴിഞ്ഞാൽ, പിന്നീട് അത് എന്തിന്, എങ്ങനെ, എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് യാതൊരു പ്രസക്തിയുമില്ല എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. കാരണം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ, അത് ബോധ്യപ്പെട്ടാൽ, അഥവാ സഹീഹാണെന്നുള്ള ബോധ്യം വന്നു കഴിഞ്ഞാൽ, അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ ഒരു ഹദീസ് സഹീഹാകുവാനുള്ള മാനദണ്ഡങ്ങളായി കൊണ്ടു പറഞ്ഞ കാര്യങ്ങൾ ഇതിൽ ഒത്തുവന്നു കഴിഞ്ഞാൽ, സമിഅന വ അതഅന, അത് കൽപ്പനകളാണെങ്കിൽ ഞങ്ങളതാ അത് കേട്ടിരിക്കുന്നു, അനുസരിച്ചിരിക്കുന്നു എന്ന് പറയുകയല്ലാതെ മറ്റു വർത്തമാനമില്ല. അതല്ല, അത് മറ്റെന്തെങ്കിലും പ്രസ്താവനകളാണ് എങ്കിൽ ആമന്ന വസദ്ദഖ്ന, ഞങ്ങളതിൽ വിശ്വസിച്ചിരിക്കുന്നു, സത്യപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയുകയല്ലാതെ മറ്റൊന്നും അവൻ പറയാവതല്ല എന്നതാണ് മതം അനുശാസിക്കുന്നത് എന്ന് നാം തിരിച്ചറിയണം. ഇവിടെ
പല ആളുകളും ബുദ്ധിജീവികളെന്നു പറഞ്ഞ് കടന്നു വരികയും മതം കൽപ്പിക്കുന്ന മതനിയമങ്ങളുടെ യുക്തി എന്ത് എന്ന് ചോദിക്കുന്നതും കാണാൻ സാധിക്കും. മതം പഠിപ്പിക്കുന്ന മതനിയമങ്ങൾക്ക് പിന്നിൽ യുക്തിയുണ്ട്. കാരണം യുക്തിമാനായ അള്ളാഹുവാണ് ആ നിയമങ്ങളെ സംവിധാനിച്ചിട്ടുള്ളത്. ഈ പ്രപഞ്ചത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് പലപ്പോഴും പ്രപഞ്ചത്തിന് അതീതനായ റബ്ബ് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ മാത്രം ചിലപ്പോൾ നമ്മുടെ ബുദ്ധിക്ക് കഴിഞ്ഞു കൊള്ളണമെന്നില്ല. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞതാണെന്ന് ബോധ്യമായാൽ, അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞതാണെന്ന് ബോധ്യമായി കഴിഞ്ഞാൽ ചോദ്യം ചെയ്യാതെ അതിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നതാണ് വിശ്വാസിയുടെ ബാധ്യത എന്നതാണ് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സംശയങ്ങൾ സ്വാഭാവികമാണ്. അറിവുള്ള ആളുകളോട് സംശയങ്ങൾ ചോദിച്ച് ചെല്ലുകയും അതിന് ആ രൂപത്തിൽ തന്നെ മറുപടി പറയുകയും ചെയ്യുക എന്ന പാഠവും ഇതിലൂടെ ലഭിക്കുന്നു. റസൂലുള്ളാഹി പറഞ്ഞത് ശിഫാഉൽ ഗയ്യി അസ്സുആൽ, അറിവില്ലായ്മക്കുള്ള മരുന്ന്, അതല്ലെങ്കിൽ അറിവില്ലായ്മക്കുള്ള ശമനമെന്ന് പറയുന്നത് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക എന്നതാണ്. അപ്പോൾ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുമ്പോൾ തൻ്റെ ജീവിതത്തിൽ പകർത്തുവാൻ വേണ്ടിയാകണം അത് ചോദിച്ചു മനസ്സിലാക്കേണ്ടത്. തർക്കിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉദ്ദേശത്തോടു കൂടിയോ അല്ല കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടത് എന്നതാണ്. തൻ്റെ ബുദ്ധിക്ക് എന്ത് ശരിയാണെന്ന് തോന്നുന്നുവോ അത് ചെയ്യുക എന്നതല്ല മതം. അതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, മതം ബുദ്ധിയായിരുന്നുവെങ്കിൽ കാലുറയുടെ മുകളിലല്ല, കാലുറയുടെ താഴെയായിരുന്നു തടവേണ്ടിയിരുന്നത് എന്നതാണ്. ഒരാൾ ആലോചിക്കുകയാണ്, എന്തിനാണ് സുബ്ഹിൻ്റെ സമയത്ത് 2 റക്അത്ത് നിസ്കരിക്കുന്നത്? എന്താണ് ഈ റമദാനിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി കിടക്കുന്നത്? അതിന് പകരം മഗ്രിബ് മുതൽ സുബ്ഹി വരെ പട്ടിണി കിടന്നാൽ പോരെ? കാരണം പകൽ സമയത്താണെങ്കിൽ അധ്വാനിക്കേണ്ടതുണ്ട്, ക്ഷീണം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കുറച്ചുകൂടി നല്ലത് രാത്രി മഗ്രിബ് ബാങ്ക് എടുക്കുന്നത് മുതൽക്ക് സുബ്ഹി വരെയാണെങ്കിൽ ഏറെക്കുറെ ഭക്ഷണം കഴിക്കാതിരിക്കുക എന്ന് പറയുന്ന എളുപ്പമാണല്ലോ എന്ന് ചിന്തിക്കുന്നുണ്ട് എങ്കിൽ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ചിന്തിക്കുവാൻ നമ്മോട് കൽപ്പിച്ചിട്ടില്ല. അവിടെ ഏതു സമയം മുതൽ നോമ്പ് നോൽക്കണം, ഏത് സമയത്ത് നോമ്പ് തുറക്കണമെന്ന് റസൂലുള്ളാഹി പറഞ്ഞുവോ ആ സമയത്ത് നോമ്പ് നോൽക്കണം, ആ സമയത്ത് നോമ്പ് തുറക്കണം. അത് എന്തിന് എന്ന് സ്വഹാബത്ത് ചോദിച്ചിട്ടില്ല എന്നതാണ് അത് ചോദിക്കരുത് എന്ന് പറയാനുള്ള കാരണം. എന്തുകൊണ്ട് 2 റക്അത്ത് സുബ്ഹ് നിസ്കരിക്കുന്നു, അവിടെ ഒരു 4 റക്അത്തും അസ്റിൻ്റെ സമയത്ത് 2 റക്അത്തുമായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നു ചിന്തിക്കുവാനുള്ള അവസ്ഥ നമുക്ക് മതം നൽകുന്നില്ല. പ്രമാണം യുക്തിഭദ്രമാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. കാരണം യുക്തിഭദ്രതയുള്ള റബ്ബിൽ നിന്നാണ് അത് വന്നിട്ടുള്ളത് എന്നതാണ്. അതല്ലാതെ യുക്തിക്ക് നിരക്കുന്നതേ പ്രമാണമാവുകയുള്ളൂ എന്നതല്ല. നമ്മുടെ യുക്തിയുടെ, നമ്മുടെ വിവരത്തിൻ്റെ കുറവ് അത് പലപ്പോഴും പ്രമാണങ്ങൾ മനസ്സിലാക്കുന്നിടത്ത് നമുക്ക് പ്രയാസങ്ങൾ സൃഷ്ടിക്കുമെന്നത് നാം മനസ്സിലാക്കണം. അവിടെ അള്ളാഹു പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു എന്ന് നമുക്ക് ബോധ്യമായി കഴിഞ്ഞാൽ, നമുക്ക് ബോധ്യമാകുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ വച്ച നിയമങ്ങളിലൂടെ അത് ബോധ്യമായി എന്ന് പണ്ഡിതന്മാർ പറഞ്ഞാൽ അത് അംഗീകരിക്കുക മാത്രമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളമുള്ള കാര്യം. ദീനിനെക്കുറിച്ച് ചിന്തിച്ചാൽ ദീന് വളരെ എളുപ്പമാണ്. ആ എളുപ്പമായതിനെ ഇത്തരത്തിൽ ചിന്തിച്ച് അത് പ്രയാസകരമാക്കുന്ന അവസ്ഥയാണ് പലപ്പോഴും പല ആളുകളിലും നമ്മൾ കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ റസൂൽ എപ്രകാരമാണോ കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നത് അപ്രകാരം തന്നെ ആ കാര്യങ്ങളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നതാണ്. ആർത്തവകാരികൾ അവർ നോമ്പ് ഉപേക്ഷിക്കുന്നുണ്ട്, അവർക്ക് ആ നോമ്പ് നോറ്റ് വീട്ടണമെന്ന് റസൂലുള്ളാഹി പറഞ്ഞു, അതുകൊണ്ട് നോമ്പ് നോറ്റ് വീട്ടുന്നു. ആർത്തവകാരികൾ നിസ്കാരം ഉപേക്ഷിക്കുന്നുണ്ട്, എന്നാൽ ആ നിസ്കാരം വീണ്ടും നിസ്കരിക്കണമെന്ന് നബി പഠിപ്പിച്ചിട്ടില്ല, അതുകൊണ്ട് ചെയ്യുന്നുമില്ല. എന്തായിരിക്കാം അതിൻ്റെ യുക്തി എന്ന് പല പണ്ഡിതന്മാരും ചർച്ച ചെയ്തിട്ടുണ്ട്. അതിന് പല ഉത്തരങ്ങളും അവർ പറഞ്ഞത് കാണാൻ സാധിക്കും. എന്നാൽ അതൊന്നും അതിൻ്റെ യഥാർത്ഥ ഉത്തരമാണെന്ന് പറയാൻ നമുക്ക് കഴിയുകയില്ല. കാരണം എന്താണ് അതിൻ്റെ ഉത്തരമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടില്ല എന്നതു തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് യുക്തിയെ പ്രമാണങ്ങളെക്കാൾ മുന്തിക്കുന്ന ആളുകൾ അവർ മുഅ്തസിലികളായിരുന്നു, പിഴച്ചുപോയ ആളുകളാണവർ. പിന്നീട് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ഖവാരിജികൾ അവർ ബുദ്ധിക്ക് വലിയ പ്രാമുഖ്യം നൽകിയ ആളുകളായിരുന്നു. അതുപോലെ തന്നെ അശ്അരികളും മാതുരീദികളും
ഇത്തരത്തിൽ കടന്നു വന്നിട്ടുള്ള മുർജിആക്കളും ജഹ്മീയത്തും റാഫിളികളുമൊക്കെ അവർ യുക്തിക്ക് വലിയ പ്രാധാന്യം നൽകുന്ന ആളുകളാണ്. യുക്തിയെ പ്രമാണം മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് നാം ഉപയോഗപ്പെടുത്തേണ്ടത്. പ്രമാണത്തെ നിരൂപണം നടത്തുക എന്ന പേരിൽ പ്രമാണങ്ങളെ നിരസിക്കുന്ന, നിരാകരിക്കുന്ന അവസ്ഥകൾ പലപ്പോഴും ഇത്തരത്തിലുള്ള യുക്തി വലിയ സംഭവമാണെന്ന് പറഞ്ഞു വരുന്ന ആളുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. അത്തരം യുക്തിവാദികൾക്കുള്ള മറുപടിയാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, അൻതി ഹറൂരിയ, നീ എന്താണ് ഹറൂരിയാണോ പെണ്ണേ എന്ന് ചോദിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രമാണമായി കൊണ്ട് ഖുർആനും സുന്നത്തും നമ്മുടെ മുമ്പിൽ എത്തുന്ന സമയത്ത് അതിനെ സ്വീകരിക്കുക എന്നതു മാത്രമാണ് ഒരു യഥാർത്ഥ വിശ്വാസിയുടെ ലക്ഷണമായിട്ടുള്ളത് എന്നതാണ്. അതിനാൽ പ്രമാണങ്ങളെ പ്രമാണമായി കണ്ട് പ്രമാണങ്ങളെ മനസ്സിലാക്കുവാനായി യുക്തിയെ ഉപയോഗിക്കുക എന്നതല്ലാതെ പ്രമാണങ്ങളെ നിരാകരിക്കുവാനും നിരസിക്കുവാനും നമ്മൾ നമ്മുടെ യുക്തിയെ തെളിവായി കാണുന്നു എങ്കിൽ അത് പിഴച്ചുപോയ ആളുകളുടെ രീതിയാണ് എന്നതു മാത്രമാണ് ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു തആല കാര്യങ്ങളെ യഥാവിധി മനസ്സിലാക്കുന്ന, ജീവിതത്തിൽ പകർത്തുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. വസല്ലല്ലാഹു അലാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.